മഹാരാഷ്ട്രയിൽ മോദിയേക്കാളും കൂടുതൽ റാലി നടത്തിയത് യോഗിയാണ്. മറ്റത് ഇന്ദിരാഗാന്ധി എച്ച് എൻ ബഹുഗുണയെ പറഞ്ഞു വിട്ടെങ്കിൽ ഇദ്ദേഹം യോഗി ആദിത്യനാഥിനെ ലിഫ്റ്റ് ചെയ്യും. ദിസ് ഈസ് ദ ഡിഫറൻസ്. യോഗി വാസ് ദ സ്റ്റാർ ക്യാമ്പയിനർ ഇൻ ഛത്തീസ്ഗഡ്, തോറ്റുപോയി അവിടെ. പക്ഷേ മഹാരാഷ്ട്രയിൽ ജയിച്ചു, ഹരിയാനയിൽ ജയിച്ചു. ഇവിടെ എല്ലാം നമ്പർ ഓഫ് റാലീസ് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൽ നോക്കിയോ, യോഗിക്ക് എന്ത് റോളാണുള്ളത്? ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വം ഒരു വിഷയമല്ല. ഡൽഹി ഈസ് എ സെപ്പറേറ്റ് വേറൊരു പൊളിറ്റിക്സ് ആണ്, ഒരു കൾച്ചർ, വേറെ കൾച്ചറാണ്. ബട്ടയെങ്കിൽ തോക്കട്ടയെങ്കിൽ ഒന്നും ഡൽഹി പോയി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ടും 15 റാലിയിൽ യോഗി ചെയ്തത് എന്താണെന്നറിയാമോ? ബട്ടയെങ്കിൽ തോക്കട്ടയെങ്കിൽ ഒന്നുമില്ല. യോഗി പറഞ്ഞു, ഈ ഉത്തർപ്രദേശിൻ്റെ സ്വഭാവം പകുതി ഡൽഹി ഉത്തർപ്രദേശാണത്. നോയിഡ എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഉത്തർപ്രദേശാണ്, ഡൽഹി അല്ലാതെ. അപ്പോൾ യോഗി പറഞ്ഞു, നിങ്ങൾ ഡൽഹിയിൽ നിന്ന് നോയിഡയിലേക്ക് വാ. മനുഷ്യ, ഡൽഹിയിലെ ആൾക്കാരൊക്കെ നോയിഡയിലേക്ക് താമസം മാറ്റി, നിങ്ങൾക്ക് അറിയാമോ? എത്ര പേരുടെ താമസം മാറ്റിയതിൻ്റെ റെക്കോർഡ് വേണം ഞാൻ കാണിച്ചു തരാം. നോയിഡയിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കറണ്ട് പോകുന്നില്ല, റോഡൊക്കെ നന്നായിട്ടിരിക്കുന്നു, വഴിയിൽ ചവറില്ല. നോയിഡ വിട്ട് ഡൽഹിയിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ചവറ് കൊണ്ട് നിൽക്കപ്രതിയില്ല. എൻ്റെ കൂടെ ഒന്ന് വാ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കേജ്രിവാൾ പറഞ്ഞു, ഗംഗയിൽ കാലുകുത്താൻ സ്ഥലമില്ല. നെക്സ്റ്റ് ഡേ UP ക്യാബിനറ്റ് മൊത്തം 40 മന്ത്രിമാരുണ്ട്, എല്ലാം ഷർട്ടും ബനിയനും ഒരു ഗംഗയിൽ മുങ്ങി വീഡിയോ എടുത്തു. യോഗി പിന്നെയും ഡൽഹിയിൽ വന്നു. എന്തു പറയുന്നു? നിങ്ങൾ ഗംഗയിൽ വരണ്ട, ഗംഗയിൽ മുങ്ങണ്ട. ഗംഗയിൽ മുങ്ങുന്നത് നിങ്ങൾക്ക് കുറച്ചിലാണ്. നിങ്ങളുടെ പോർഷനിൽ യമുനയുണ്ട് ഡൽഹിയിൽ, ആ യമുനയിൽ നിങ്ങളുടെ ക്യാബിനറ്റ് ഒന്ന് മുങ്ങിയാൽ മതി. പറ്റുമോ? പറ്റില്ല. കാരണം അത്രയ്ക്ക് മോശമായി കിടക്കുന്ന ഈ പത വരുന്നില്ല. അങ്ങനെ പത വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഡൽഹിയിലെ യമുന. ഈ യമുനയെ ഒഴുകി ഗംഗയിൽ ചേരുമ്പോൾ ഇതും കൂടെ ചേർത്താണ് ഗംഗ ക്ലിയറാക്കി യോഗി വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ യോഗി തിരിച്ചടിക്കും എന്ന് കേജ്രിവാൾ വിചാരിച്ചില്ല. യോഗി ഡെവലപ്മെൻറ്റ്, കേജ്രിവാളിൻ്റെ ഒരു നമ്പർ അതാണല്ലോ, ഫ്രീ ഇലക്ട്രിസിറ്റി, അത് ഇത് ഫ്രീ ഇലക്ട്രിസിറ്റി. യോഗി പറഞ്ഞു, കറണ്ട് ഉണ്ടെങ്കിലല്ലേ, അല്ലെങ്കിൽ കറണ്ട് പോയ സ്ഥലത്ത് താൻ ഫ്രീ എന്ന് പറയുന്നത് എന്തിനാ? അതല്ലെങ്കിൽ തന്നെ കാശ് വാങ്ങാൻ പറ്റില്ല. കറണ്ട് കൊടുത്താലേ വാങ്ങാൻ പറ്റുള്ളൂ. കൊടുക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.